നമ്മൾ ഈ ലോക്സഭാ മണ്ഡലങ്ങളുടെ ഇപ്പം ഇലക്ഷൻ നടന്ന കേരളത്തിലെ 20 മണ്ഡലങ്ങളുടെ ഒരു അസംബ്ലി സെഗ്മെന്റ് വൈസ് ആയിട്ടുള്ള ഒരു പഠനം, ഒരു വിലയിരുത്തൽ ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. അത് ഇപ്പോൾ വോട്ടെണ്ണാൻ ജൂൺ 4 വരെ സമയം കിടക്കുന്നു. ഇത്രയും ദിവസങ്ങൾ 3 ആഴ്ച ബാക്കി കിടക്കുന്നു. അപ്പോൾ ഓരോ ലോക്സഭാ സീറ്റിലും 7 അസംബ്ലി സീറ്റുകളാണ് നമ്മുടെ കേരളത്തിലെ ഒരു ലോക്സഭാ സീറ്റിലുള്ളത്. 20 സീറ്റുകളിൽ ഓരോ സീറ്റിലും 7 അസംബ്ലി സെഗ്മെന്റ് മണ്ഡലങ്ങൾ. അവിടെ നടന്ന വോട്ടിംഗ് പാറ്റേൺ വെച്ച് നോക്കിയാൽ തന്നെ നമുക്ക് ഒരു ഏകദേശ രൂപം പിടികിട്ടും ആരാണ് എവിടെയാണ് ജയിക്കാൻ പോകുന്നത്. അത് ഒരു പൊതു വിലയിരുത്തൽ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. മൊത്തത്തിൽ കേരളത്തിലെ 20 ലോക്സഭാ സീറ്റുകളിൽ LDF എത്ര കിട്ടും, UDF എത്ര കിട്ടും, കയ്യാലപ്പുറത്ത് എത്രണ്ണമുണ്ട്, NDA BJP നയിക്കുന്ന NDAക്ക് എത്ര കിട്ടും എന്നൊക്കെയുള്ളൊരു വിലയിരുത്തൽ നമ്മൾ പൊതുവെ നടത്തിയിരുന്നു. അതുകൂടെ മറികടന്നുകൊണ്ട് വളരെ വിശദമായി ഓരോ മണ്ഡലങ്ങളിലെ വിലയിരുത്തലാണ് ഞങ്ങളിപ്പോൾ ഇന്നു മുതൽ ആരംഭിക്കുന്നത്. തെക്കുനിന്ന് വടക്കോട്ട് തന്നെ നമ്മൾ യാത്ര ആരംഭിക്കുകയാണ്. ആദ്യം തിരുവനന്തപുരത്ത് എന്താണ് സംഭവിച്ചത്? 7 അസംബ്ലി സെഗ്മെന്റുകൾ. ആദ്യമേ പറയട്ടെ, തിരുവനന്തപുരത്ത് പോളിംഗ് ശതമാനം ഗണ്യമായിട്ട് ഇത്തവണ കുറഞ്ഞു കഴിഞ്ഞ ഇലക്ഷൻ അപേക്ഷിച്ച്. മാത്രമല്ല, ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന കാര്യം, കോൺഗ്രസിനെ ആണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ഈ വിവരം. വേദനിപ്പിക്കുന്നത് കോൺഗ്രസിനെയാണ്. അതായത് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ അസംബ്ലി സെഗ്മെന്റുകളിൽ 234 ബൂത്തുകളിൽ ശശി തരൂരിന് ഏജന്റുകളില്ലായിരുന്നു, ബൂത്ത് ഏജന്റ്. 234 ബൂത്തുകളിൽ നമ്മൾ ആരും ഒരു പഞ്ചായത്തിൽ ഒരു വാർഡിൽ ഒരു ബൂത്ത് എന്ന് വെച്ച് കൂട്ടിയാൽ തന്നെ ഒരു പഞ്ചായത്തിൽ 10 വാർഡുകൾ അല്ലെ 12 വാർഡുകൾ വരെയാണ് ഉണ്ടാവും. അപ്പോൾ 12 ബൂത്ത് അല്ലെ 15 ബൂത്ത് അല്ലെ 10 ബൂത്ത് എന്ന് വെച്ചോളൂ. അങ്ങനെ നോക്കുമ്പോൾ ഈ തിരുവനന്തപുരം ലോക്സഭാ സീറ്റിൽ 234 ബൂത്തുകളിൽ ഇരിക്കാൻ ശശി തരൂരിന്, കോൺഗ്രസിന്, UDF സ്ഥാനാർത്ഥിക്ക് ബൂത്ത് ഏജന്റ് ഇല്ലായിരുന്നു. ആളില്ലാതെയാണ് അവിടെ വോട്ടെടുപ്പ് പോളിംഗ് നടന്നത്. ഇതേ പ്രശ്നം തൃശ്ശൂർ സംഭവിച്ചിട്ടുണ്ട്. തൃശ്ശൂർ കെ മുരളീധരൻ ഇതിനകം അവിടുത്തെ UDF സ്ഥാനാർത്ഥി കെ മുരളീധരൻ പരാതിപ്പെട്ടു കഴിഞ്ഞു. തൃശ്ശൂർ മണ്ഡലത്തിൽ 200ഓളം ബൂത്തുകളിൽ മുരളീധരന്, UDF സ്ഥാനാർത്ഥിക്ക്, കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ഏജന്റ് ഇല്ലായിരുന്നു. ഇരിക്കാൻ ആളെ കിട്ടാനില്ല. തിരുവനന്തപുരം മണ്ഡലത്തിൽ വോട്ട് ചെയ്യാത്തവരെ കുറിച്ച് പഠനം നടത്തുമെന്ന് കോൺഗ്രസ് തീരുമാനിച്ചു. അതായത് 5 മുതൽ 6% വരെ വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ടില്ല എന്നുള്ള വസ്തുത. UDFന് കിട്ടാവുന്ന വോട്ടുകൾ തിരുവനന്തപുരവും തൃശ്ശൂരും ഉൾപ്പെടെ ഈ വോട്ടുകൾ പോൾ ചെയ്യപ്പെടാതിരുന്നു. അതുകൊണ്ടാണ് കോൺഗ്രസ് സിറ്റിംഗ് സീറ്റിൽ തോൽവി, 4-5 സീറ്റുകളിൽ തോൽവി ഉറപ്പിച്ചു എന്ന് ഞങ്ങൾ പറയാൻ കഴിയും. ഇനി സെഗ്മെന്റ് വൈസ് നമ്മൾ നോക്കുക. തിരുവനന്തപുരം ഇത് നോക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഒരു കമ്പാരിസൺ, ഒരു താരതമ്യം വേണ്ടത് കഴിഞ്ഞ ഇലക്ഷൻ, ഏറ്റവും കഴിഞ്ഞ ഇലക്ഷൻ അതാണ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. 2021 അസംബ്ലി ഇലക്ഷൻ. ആ ഇലക്ഷനിൽ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ അസംബ്ലി സെഗ്മെന്റുകളിൽ 7 അസംബ്ലി മണ്ഡലങ്ങളിൽ നടന്ന വോട്ടിംഗ് പാറ്റേൺ നമ്മൾ പരിശോധിച്ചാൽ ഇപ്പം നടന്ന വോട്ടിംഗ് പാറ്റേൺ നോക്കി കഴിഞ്ഞാൽ കാര്യം പിടികിട്ടും. ഒന്ന് കഴക്കൂട്ടം, ടെക്നോ പാർക്ക് ഉൾപ്പെടുന്ന കഴക്കൂട്ടം, IT ഹബ് ഉൾപ്പെടുന്ന കഴക്കൂട്ടം, അതുപോലെ ടെക്നോ സിറ്റി, പിന്നെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി, മറ്റേ കിൻഫ ക്യാമ്പസ് എല്ലാം ഉൾപ്പെടുന്ന ഒരു ഹൈടെക്, രാജ്യത്തിൻ്റെ തന്നെ ഒരു ഹൈടെക് സോണാണ് കഴക്കൂട്ടം, ടെക്നോ പാർക്ക് ഉൾപ്പെടെ. അവിടെ കഴിഞ്ഞ ഇലക്ഷനിൽ 2021 കടകംപള്ളി സുരേന്ദ്രൻ CPIM 46.04% വോട്ട് നേടി ജയിച്ചു. 2ാം സ്ഥാനത്ത് വന്നത് കോൺഗ്രസ് അല്ല, BJP ആണ്. ശോഭാ സുരേന്ദ്രൻ, മറന്നുപോകരുത് നമ്മൾ. ശോഭാ സുരേന്ദ്രൻ 29.06% വോട്ട് മേടിച്ചു. 3ാമത് മാത്രമാണ് കോൺഗ്രസിന്റെ ഡോക്ടർ SS ലാൽ, അവിടെ മെഡിക്കൽ സമരം വിവാദ ഹീറോ SS ലാൽ 23.85% വോട്ട് നേടി. അപ്പോൾ 46%-ലധികം കടകംപള്ളി സുരേന്ദ്രൻ CPM, തൊട്ട് പിന്നിൽ 2ാം സ്ഥാനത്ത് എത്തിയ ശോഭാ സുരേന്ദ്രൻ 29%, 3ാം സ്ഥാനത്ത് ദയനീയമായിട്ട് കോൺഗ്രസിന്റെ UDF ലാൽ 23.85%.
അപ്പൊ ജയിച്ച കടകംപള്ളി സുരേന്ദ്രനും രണ്ടാം സ്ഥാനത്ത് വന്ന റണ്ണറപ്പായ ശോഭാ സുരേന്ദ്രനുള്ള അന്തരം 17%. 17% വോട്ടിന്റെ അന്തരമുണ്ട്. വലിയ ഗ്യാപ്പാണ് രണ്ടാം സ്ഥാനവും ഒന്നാം സ്ഥാനവും. കടകംപള്ളി ജയിച്ച മാർജിൻ ഭൂരിപക്ഷം 23,497. പ്ലീസ് നോട്ട് ദ പോയിന്റ്. അവിടെ ഇത്തവണ എന്ത് മാറ്റം വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? കടകംപള്ളി സുരേന്ദ്രൻ ജയിച്ച കഴക്കൂട്ടം ഇത്തവണ എങ്ങനെ വോട്ട് ചെയ്യും? തരൂര് മൂന്നാം സ്ഥാനത്ത് പോയ കോൺഗ്രസിന് തരൂരിന് വോട്ട് ചെയ്യും അവിടുത്തെ വോട്ടർമാർ. രണ്ടാം സ്ഥാനത്ത് വളരെ പിന്നീട് വന്ന BJPക്ക് വീണ്ടും വോട്ട് ചെയ്യും ശോഭാ സുരേന്ദ്രൻ ചെയ്ത പോലെ ഇല്ല. അവിടെ ആർക്കാണ് നേട്ടം കിട്ടാൻ പോകുന്നത് നമ്മൾ ഊഹിച്ചാൽ മതി. 2 വട്ടിയൂർക്കാവ് നഗരമണ്ഡലം, കഴക്കൂട്ടം നഗരവും തീരദേശം ഉൾപ്പെടുന്ന മണ്ഡലമാണ്. റൂറൽ ആൻഡ് ടൗൺ സിറ്റി സ്വഭാവമുള്ള മണ്ഡലമാണ് കഴക്കൂട്ടം. പിന്നെ പക്ക സിറ്റി മണ്ഡലമാണ് വട്ടിയൂർക്കാവ്. സിറ്റി MLA VK പ്രശാന്ത് കഴിഞ്ഞ തവണ ജയിച്ചത് 2021 44.40% വോട്ടാണ് VK പ്രശാന്ത് നേടിയത്. തൊട്ടടുത്ത് രണ്ടാം സ്ഥാനത്ത് VV രാജേഷ് BJP. കഴക്കൂട്ടം പോലെ തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവിലെ രണ്ടാം സ്ഥാനത്ത് വന്നത് BJP ആണ്. മൂന്നാം സ്ഥാനത്താണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പോയത്. രണ്ടാം സ്ഥാനത്ത് വന്ന VV രാജേഷ് BJP 28.77% വോട്ട്. മൂന്നാം സ്ഥാനത്ത് വന്ന വീണ S നായർ സീരിയൽ നടി കോൺഗ്രസ്സുകാരി നേടിയത് 25.76. അതിന്റെ അന്തരം നോക്കുക. LDF VK പ്രശാന്ത് 44%-ലധികം. VV രാജേഷ് BJP രണ്ടാം സ്ഥാനം, വളരെ പിന്നിൽ 28.77. വീണ S നായർ കോൺഗ്രസ് പിന്നെയും പിന്നിൽ 25.77. അപ്പൊ ജയിച്ച പ്രശാന്തും CPM-ന്റെ പ്രശാന്തും തോറ്റ BJP-യുടെ VV രാജേഷും തമ്മിലുള്ള അന്തരം 16%. വട്ടിയൂർക്കാവില് ആ 16% മറികടന്നിട്ട് BJP അവിടെ നേട്ടം കുയ്യാൻ പറ്റുമോ ഇത്തവണ വട്ടിയൂർക്കാവില് ഈ ലോക്സഭാ ഇലക്ഷൻ? എങ്ങനെയാണ് വീണ S നായർക്ക് വരാൻ പുതിയ UDF-ന്റെ കോൺഗ്രസ് സ്ഥാനാർത്ഥി എങ്ങനെയാണ് അവിടെ കയറി വരിക? ശശി തരൂര് സിറ്റിംഗ് MP അസാധ്യമാണ്. കണക്കുകളാണ് സംസാരിക്കുന്നത്, ഞങ്ങൾ വായുവിൽ നിന്നും പറയുകയല്ല. 3 നേമം പട്ടണവും സിറ്റിയുമായിട്ട് ചേരുന്ന സ്വഭാവമുള്ള ഒരു മണ്ഡലം. നേമത്ത് കഴിഞ്ഞ തവണ V ശിവൻകുട്ടി ഇപ്പോഴത്തെ മന്ത്രി ജയിച്ചു. ശിവൻകുട്ടി കിട്ടിയ വോട്ട് 38.24%. കുമ്മനം രണ്ടാം സ്ഥാനത്ത് വന്ന കുമ്മനം കിട്ടിയത് 35.5%. മൂന്നാമത് പടയൊരുക്കമായിട്ടുള്ള K മുരളീധരൻ, പടയൊരുക്കം വില്ലാളി വീരൻ, കോൺഗ്രസിന്റെ K മുരളീധരൻ നേടിയത് വെറും 25.1% വോട്ട്. ചുരുക്കി പറഞ്ഞാൽ ശിവൻകുട്ടി 38, കുമ്മനം 35, K മുരളീധരൻ 25. രണ്ടാം സ്ഥാനത്തെത്തിയ കുമ്മനത്തേക്കാൾ 3% അധിക വോട്ടുകൾ നേടിയാണ് ശിവൻകുട്ടി അവിടെ. ഇതാണ് നിയമത്തിന്റെ സ്ഥിതി. അപ്പൊ ഈ 3% വോട്ട് മറികടന്നിട്ട് LDF കിട്ടിയ മേൽക്കൈ മറികടന്നിട്ട് അവിടെ തരൂരോ അല്ലെങ്കിൽ BJP-യുടെ രാജീവ് ചന്ദ്രശേഖരോ അവിടെ വോട്ട് പിടിക്കണം. അത്ര എളുപ്പമല്ല കാര്യങ്ങൾ. ഇനി നാലാമത്തെ മണ്ഡലം തിരുവനന്തപുരം. ഫുൾ ഒരു സിറ്റി മണ്ഡലം എന്ന് നമുക്ക് കരുതാം. തിരുവനന്തപുരത്ത് ജയിച്ചത് ആന്റണി രാജു, മുൻ മന്ത്രി. ഇപ്പോൾ സ്ഥാനമൊഴിഞ്ഞ് KV ഗണേഷ് കുമാർ മന്ത്രിയായി. ആന്റണി രാജുവിന് 38% വോട്ട്. സിറ്റിംഗ് MLA മത്സരിച്ച VS ശിവകുമാർ, മുൻ ആരോഗ്യമന്ത്രിക്ക് കിട്ടിയത് 32.49. കൃഷ്ണകുമാർ, സീരിയൽ സിനിമാ നടൻ കൃഷ്ണകുമാർ ജിക്ക് കിട്ടിയത് 27.89. ആന്റണി രാജു 5.5% അധിക വോട്ടുകൾ നേടിയിട്ടാണ് VS ശിവകുമാറിനെ പരാജയപ്പെടുത്തിയത്. അത് മറികടക്കാൻ ഇത്തവണ സാധിക്കുമോ ശശി തരൂരിന്? അന്നത്തെ സാഹചര്യം ഇപ്പോഴില്ല. 2019 ഇലക്ഷൻ സാഹചര്യം ഇപ്പോഴില്ല. രാഹുൽ ഗാന്ധി ഫാക്ടർ ഇല്ല. മറികടക്കാൻ പറ്റും? ബുദ്ധിമുട്ടും. BJPക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും? ബുദ്ധിമുട്ടും. ഇനി പാറശാല കോസ്റ്റൽ ബെൽറ്റ് കൂടിയാണ്, തീരദേശ മണ്ഡലം കൂടിയാണ് പാറശാല. അവിടെ കഴിഞ്ഞ തവണ 2021 അസംബ്ലി തെരഞ്ഞെടുപ്പിൽ CK ഹരീന്ദ്രൻ CPM ഇടതുപക്ഷം ജയിച്ചു. 48.16% വോട്ട്. തൊട്ടടുത്ത് വന്ന UDF സ്ഥാനാർത്ഥി അൻസജിത റസൽ നേടിയത്
32.33%. മൂന്നാമത് വന്ന BJPയുടെ കരമന ജയൻ നേടിയത് 18.3%. അപ്പോൾ LDF ജയിച്ചത് 16% വോട്ടിന്റെ വ്യത്യാസം. അത് മറികടക്കാൻ ഇത്തവണ ശശി തരൂരിനോ അല്ലെ രാജീവ് ചന്ദ്രശേഖരനോ സാധിക്കില്ല, സ്വാഭാവികമായിട്ടും. അല്ലെങ്കിൽ വല്ല അട്ടിമറിയും നടക്കണം. ഇതാണ് വസ്തുത. ഇനി 6ാമത്തെ മണ്ഡലം എടുക്കുക, കോവളം. കോവളം കഴിഞ്ഞ ഈ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ 21 അസംബ്ലി തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ അസംബ്ലി സെഗ്മെന്റിൽ UDF ജയിച്ച ഏക മണ്ഡലമാണ് കോവളം. ബാക്കി 6 മണ്ഡലത്തിലും LDF ആണ് ജയിച്ചത്. ഈ ഏക മണ്ഡലത്തിൽ കോവളത്ത് ജയിക്കാൻ കാരണം സ്ഥാനാർത്ഥിയുടെ ചില പാളിച്ചകളും പോരായ്മകളും ഇമേജ് ഇല്ലായ്മയൊക്കെ അതിൻ്റെ അകത്തൊരു ഒരു കാരണമായിട്ട് മാറിയിട്ടുണ്ട്. അവിടുത്തെ കണക്കെന്താണ്? കോവളത്ത് വിൻസെന്റ് ആണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ജയിച്ചത്. 47.06% വോട്ട് അദ്ദേഹം നേടി. തൊട്ടടുത്ത് നീലലോഹിതദാസൻ നാടാർ, പരിണതപ്രജ്ഞനായ രാഷ്ട്രീയക്കാരൻ, മുൻ മന്ത്രി, വലിയ രാഷ്ട്രീയ നേതാവ്. പക്ഷേ ഇമേജ് ഇല്ലായ്മ മൂലം അദ്ദേഹം പിന്നിലേക്ക് പോയി. നീലനെ അവിടെ സ്ഥാനാർത്ഥിയാക്കിയത് തന്നെ LDF പറ്റിയിട്ട് വലിയ അബദ്ധമായിരുന്നു. അദ്ദേഹം ജനതാദളിന്റെ ഘടകകക്ഷിയായിട്ട് അദ്ദേഹം സ്ഥാനാർത്ഥിയായപ്പോൾ മറ്റുള്ളവർക്ക് CPM-നോ എതിർക്കാൻ കഴിയാതെ പോയി. കാരണം JDS ആണ് തീരുമാനിക്കുക. അങ്ങനെ നീലൻ 39.79% വോട്ടാണ് നീലൻ തിരുവനന്തപുരത്ത് കോവളത്ത് നേടിയത്. അവിടെ BJPയുടെ സ്ഥാനാർത്ഥി നാടാർ കമ്മ്യൂണിറ്റിയിൽ, ഹിന്ദു നാടാർ കമ്മ്യൂണിറ്റിയിൽ അതിൻ്റെ നേതാവായ വിഷ്ണുപുരം ചന്ദ്രശേഖരനായിരുന്നു. അദ്ദേഹം ലോക്കലി വലിയ താപ്പാനയാണെന്നാണ് പറയപ്പെടുന്നത്. വിഷ്ണുപുരം ചന്ദ്രശേഖരനാണ് BJP സ്ഥാനാർത്ഥിയായിട്ട് നാടാർ ഹിന്ദു കമ്മ്യൂണിറ്റിയുടെ നേതാവ് നിലയിൽ അവിടെ നിന്നത്. അദ്ദേഹത്തിന് കിട്ടിയത് വളരെ കുറച്ച് വോട്ടാണ്. അതായത് 11.73% വോട്ട് മാത്രമാണ് വിഷ്ണുപുരം ചന്ദ്രശേഖരന് കിട്ടിയത്. അപ്പോൾ ഇവിടെ നീലലോഹിതദാസൻ നാടാരെ LDFന്റെ സ്ഥാനാർത്ഥിയെ വിൻസെന്റ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി തോൽപ്പിച്ചത് 8% വോട്ടിന്റെ വ്യത്യാസത്തിലാണ്. താരതമ്യം നോക്കുമ്പോൾ അതൊരു വലിയ ശതമാനമല്ല. പിന്നെ അന്നത്തെ സ്ഥാനാർത്ഥിയുടെ പോരായ്മകൾ, ഇതൊക്കെ UDFന് അവിടെ ജയിക്കാൻ ഒരു സാഹചര്യം ഉണ്ടാക്കിയില്ല. അപ്പോൾ ഇത്തവണ UDFന് ഇനി കോവളത്ത് മേൽക്കൈ കിട്ടി എന്ന് തന്നെ ഇരിക്കട്ടെ. ലോക്സഭയിൽ വോട്ടിങ്ങില്, പോളിങ്ങില് ഇപ്പോൾ പോൾ ചെയ്ത് കഴിഞ്ഞു. വോട്ടിംഗ് മെഷീനിലെല്ലാം പോള് രേഖപ്പെടുത്തി കഴിഞ്ഞു. അവിടെ ഇനി കോവളത്ത് വിൻസെന്റിന് അല്ലെ UDFന് അല്ലെ ശശി തരൂരിന് ഒരു മേൽക്കൈ കിട്ടിയാൽ തന്നെ അതൊരു മാർജിനൽ വോട്ട്സ് മാത്രമേ അതിൻ്റെ അകത്ത് വരാൻ സാധ്യത. അല്ലെങ്കിൽ അവിടെയും LDFന് മുൻതൂക്കം കിട്ടാൻ സാധിച്ചു. അങ്ങനെ വന്നാൽ 7 അസംബ്ലി സെഗ്മെന്റിലും LDF ലീഡ് ചെയ്തിട്ട് ലോക്സഭാ റിസൾട്ട് വരാൻ പോകുന്ന എന്താണെന്ന് ജൂൺ 4-ാം തീയതി നമുക്ക് ഊഹിക്കാവുന്നതേ. അങ്ങനെ വോട്ടിംഗ് പാറ്റേൺ ഉണ്ടായ. ഇനി ഒരു മണ്ഡലം കൂടി പറയാം, നെയ്യാറ്റിൻകര. തീരദേശ മണ്ഡലമാണ്. അവിടെ LDFന്റെ കെ ആൻസലൻ, CPM-ന്റെ നേതാവാണ് അവിടെ വിജയിച്ചത്. മത്സരിച്ചത് മുൻ CPM MLA പാർട്ടി വിട്ടുപോയ R സെൽവരാജ്. അറിയാവുന്ന നാടാർ കമ്മ്യൂണിറ്റിക്കും ഏതാവിധമുള്ള ഒരു തീരദേശ മേഖലയാണ് ഈ നെയ്യാറ്റിൻകരയിലെ പല പ്രദേശങ്ങളും, പല പഞ്ചായത്തും. അവിടെ കഴിഞ്ഞ 2021 കെ ആൻസലൻ 47% വോട്ട് നേടി. 47.02 കൃത്യമാണ്. സെൽവരാജ് UDF പഴയ CPM-ന്റെ MLA, പഴയ CPM നേതാവ് നേടിയത് 36.78%. രാജശേഖരൻ S നായർ BJP നേടിയത് വെറും 15.02%. അതിൽ നിന്ന് BJP ഇത്തവണ കൂടിപ്പോയാൽ 15, 18, 20 കുട്ടിക്ക് കൂടുതൽ വോട്ട് നേടിയെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ BJP സ്ഥാനാർത്ഥി പണം കാശിറക്കി, കോടീശ്വരനാണ്. അങ്ങനെ കാശിറക്കി വോട്ട് പിടിച്ചാൽ തന്നെ 15-20% കുട്ടി. പക്ഷേ ആൻസലൻ സെൽവരാജിനെ തോൽപ്പിച്ചത് LDF UDFനെ തോൽപ്പിച്ചത് 10% വോട്ടിന്റെ വ്യത്യാസത്തിലാണ്. അത് മറികടക്കുക എന്ന് പറഞ്ഞാൽ സെൽവരാജിന്റെ വോട്ടിംഗ് പാറ്റേണിലെയോ അല്ലെങ്കിൽ ഇപ്പോൾ BJP നേടിയ ഈ 15% 20% പോലും ഈ ഭൂരിപക്ഷത്തെ മറികടക്കുക അത്ര എളുപ്പമല്ല. അപ്പൊ ഇത് പ്രകാരം 7 അസംബ്ലി സെഗ്മെന്റുകളിലെ വോട്ടിംഗ് പാറ്റേൺ നോക്കിയാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന് എതിരെ LDFന് മേൽക്കൈ, അതായത്
1,80,72 വോട്ടിൻ്റെ മേൽക്കൈ എൽ ഡി എഫിനുണ്ട്. റൗണ്ട് ചെയ്താൽ 7 അസംബ്ലി മണ്ഡലങ്ങളിൽ നിന്നും കണക്കെടുക്കുമ്പോൾ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ 1,00,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷം എൽ ഡി എഫിനുണ്ട്. ആ 1,00,000 വോട്ട് മറികടന്ന് വേണം ജയിച്ചു വരാൻ ആർക്ക്? ശശി തരൂരിനും അല്ലെ രാജീവ് ചന്ദ്രശേഖർ, അല്ലെങ്കിൽ പന്ന്യൻ രവീന്ദ്രൻ ജയിക്കണം. അസംബ്ലി തെരഞ്ഞെടുപ്പിന്റെ പാറ്റേൺ വെച്ച് നോക്കിയാൽ അതേ പാറ്റേണിൽ ലോക്സഭ ഇലക്ഷൻ നടക്കണമെന്നില്ല. ഇപ്പൊ ചെയ്ത പോളിംഗ് എങ്ങനെ ആവണം എന്ന് ഞങ്ങൾ വാശി പിടിക്കുകയല്ല. പക്ഷേ ഈ 1,00,000 കടമ്പ് കടക്കുക എളുപ്പമല്ല. 1,00,000 വോട്ടിന്റെ മേൽക്കൈ യു ഡി എഫിനേക്കാൾ എൽ ഡി എഫിന് അല്ലെ ബി ജെ പിക്കാൾ എൽ ഡി എഫിന് തിരുവനന്തപുരത്ത് ലോക്സഭയിലുണ്ട്. ഇനി പോൾ ചെയ്ത വോട്ട്, ആകെ വോട്ടർമാർ രജിസ്റ്റേർഡ് 14,30,000. 14,30,000. അതിൽ വോട്ട് ചെയ്തവർ ഈ കഴിഞ്ഞ ഇപ്പോഴത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തവർ 9,50,000 മാത്രമേ. അതായത് 14 ലക്ഷം വോട്ടർമാരുള്ള തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ വോട്ട് ചെയ്തവർ വെറും 9,50,000 മാത്രം. എന്ന് പറഞ്ഞാൽ 4,79,000 പേര് വോട്ട് ചെയ്തില്ല. രജിസ്റ്റേർഡ് വോട്ടർമാരും വോട്ട് ചെയ്തില്ല. 4,79,000, 4.25 ലക്ഷത്തിലധികം പേര് വോട്ട് ചെയ്യാത്ത തിരുവനന്തപുരത്തെ ഇലക്ഷനാണ് നടന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടുത്തെ ഇലക്ഷൻ പോളിംഗ് പെർസെൻറ്റേജ് വെറും 66.47 കുറയാൻ കാര്യം. കാരണം 4.25 ലക്ഷത്തിലധികം പേര് വോട്ട് ചെയ്തിട്ടില്ല. അവരെന്തുകൊണ്ട് വോട്ട് ചെയ്യാതിരുന്നു? അവിടെയാണ് കോൺഗ്രസിന്റെ 230 ബൂത്തുകളിൽ ഇരിക്കാൻ ആളില്ലായിരുന്നു. ഞങ്ങൾ നേരത്തെ സൂചിപ്പിച്ച ആ കണക്ക് പറഞ്ഞല്ലോ, ഇത്രയും പേര് വോട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ വോട്ട് ചെയ്യാത്ത വോട്ടുകളിൽ, പോള് ചെയ്യാത്ത വോട്ടുകളിൽ ഭൂരിപക്ഷവും കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും വോട്ടുകളാണ്, എൽ ഡി എഫിൻ്റെ വോട്ടുകളല്ല പോള് ചെയ്യാതെ പോയത്. അത് ഇലക്ഷൻ റിസൾട്ടിനെ ബാധിക്കും. അങ്ങനെ വരുമ്പോൾ പുതിയ വോട്ടർമാർ അവിടെ 60,000-ലധികം പുതിയ വോട്ടർമാരുണ്ട്. ചെറുപ്പക്കാർ, 18 വയസ്സ് കഴിഞ്ഞ ആ ഒരു തലമുറ, പുതിയ ന്യൂ വോട്ടേഴ്സ്. ഈ 60,000 വോട്ടേഴ്സിൽ ഭൂരിപക്ഷം വോട്ട് ഇനി യു ഡി എഫിന് കിട്ടിയാലും അല്ലെ ബി ജെ പിക്ക് രാജീവ് ചന്ദ്രശേഖർ കിട്ടിയാൽ പോലും ഈ ഒരു പാറ്റേൺ 1,00,000 മറികടക്കാൻ ഈ 60,000 കൊണ്ട് പറ്റുമോ എന്നൊരു ചോദ്യം അവിടെ ബാക്കിയുണ്ട്. ഈ പുതിയ വോട്ടർമാർ 60,000-ൽ ബഹുഭൂരിപക്ഷവും യു ഡി എഫിനോ ബി ജെ പിക്കോ വോട്ട് ചെയ്തെന്നിരിക്കട്ടെ, അല്ലെ രണ്ടും സി പി എം വിരുദ്ധ വോട്ടുകളായിട്ട് പോയി എന്ന് കരുതിയാൽ തന്നെ അത് 30-30 വീതിച്ചു പോയാൽ പോലും, അല്ലെങ്കിൽ 25,000 വീതിച്ചു പോയാലും അതിൽ കുറേ വോട്ടുകൾ എന്തായാലും എൽ ഡി എഫിന് കിട്ടുമല്ലോ. ഒരു 10,000 വോട്ടെങ്കിലും ഈ 60,000 പുതിയ വോട്ടർമാരുടെ. അപ്പോഴും എൽ ഡി എഫിൻ്റെയും 1,00,000-ൽ പരം ഭൂരിപക്ഷ അസംബ്ലി തെരഞ്ഞെടുപ്പിലെ ആ ടാലി മറികടക്കാൻ രാജീവ് ചന്ദ്രശേഖർക്കും ബി ജെ പിക്കും അതേപോലെ യു ഡി എഫിനും ശശി തരൂരിനും അത്ര എളുപ്പമല്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ഈ തിരുവനന്തപുരത്തെ അസംബ്ലി സെഗ്മെന്റ് വൈസ് വിലയിരുത്തൽ എന്ന് പറയുന്നത്. ഇത് വളരെ ഡാറ്റ വെച്ചിട്ട് ഞങ്ങൾ പറയുന്ന കാര്യങ്ങളാണ്, കൃത്യമായി കണക്കുകൾ വെച്ചിട്ട്